നമ്മളെയൊക്കെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നത് ഒരു സമാധാനമല്ലേ. മനസ്സ് നിറഞ്ഞു തിങ്ങുമ്പോൾ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ വിളിക്കാൻ ഒരാളുണ്ടാവുന്നത് വല്ലാത്തൊരാശ്വാസമല്ലേ. മടിക്കണ്ട, മുൻവിധികളില്ലാതെ നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഡയൽ ചെയ്തോളൂ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് 1800 889 0661. നിങ്ങളെ കേൾക്കാൻ തയ്യാറായ ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് W4W അഥവാ വുമൻ ഫോർ വേൾഡ്. ഈ കഥ W4Wൽ വന്ന ഒരു യഥാർത്ഥ ഫോൺ കോളിൻ്റെ നേരനുഭവത്തിൽ നിന്നും പ്രചോദിതമായി എഴുതിയതാണ്. ഒരു വെളിപ്പാടകലെ ഇഞ്ചുമുക്ക കവലയിൽ നിന്നും ഇരുവശങ്ങളും പച്ച പുതച്ച് സ്വർണ്ണക്കതിര് വിളഞ്ഞ് കാറ്റിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന വയലിലേക്ക് കുറുകെയുള്ള കൺമുഷിക്കറുപ്പുള്ള ടാറിട്ട റോഡ്. നേരെ കുത്തനെയുള്ള കൊച്ചു കയറ്റം കയറി ചെല്ലുമ്പോൾ കാണുന്ന സഫേദ് മഹൽ. ഏതൊരാളും നോക്കിപ്പോകുന്ന ഒരു ലാളിത്യമുള്ള വെള്ളച്ചായം വെച്ച വീട്. മരത്തിൻ്റെ ചുറ്റുമതിലുകളും വെള്ളയും മഞ്ഞയും ലൈറ്റ് പിങ്കും മജന്തയും നിറങ്ങളിലുള്ള ബോഗെയിൻവില്ല പൂക്കളും മനോഹരമായ ആർച്ച് മാതൃകയിൽ നിന്ന് ഗേറ്റിൻ്റെ പ്രൗഢി കൂട്ടുന്നു. ഗേറ്റിൻ്റെ മുകൾ വശത്ത് നിന്നും തുടങ്ങുന്ന ഇരുമ്പിൻ്റെ ആർച്ച് മേലാക്കും വരാന്തയുടെ മുൻവശം വരെ നീണ്ടു കിടക്കുന്നു. അതിനു മുകളിലായി യശോദപ്പൂ അഥവാ കാട്ടുപുല്ലാനി ഇടതൂർന്ന് വളർന്ന വീതിയുള്ള നടപ്പാതയുടെ ഇരുവശങ്ങളിലേക്കും അച്ചടക്കത്തോടെ തൂങ്ങി നിൽക്കുന്നു. മുറ്റത്തിൻ്റെ ഇരുവശത്തും ബുഷ് ചെടികളുടെ ബൗണ്ടറിയും അതിനുള്ളിലായി 10 മണി വലിയ കാശിത്തുമ്പ്, നെറ്റുകല്ലേന്, ചെട്ടിപ്പൂക്കൾ, വാടാർമല്ലി, ജമന്തി, പൂച്ചവാലൻ എന്നീ വേണ്ട സകലമാന ചെടികളും തലയെടുപ്പോടെ നിൽക്കുന്നു. ഉമ്മറത്ത് നീണ്ട ഇരിപ്പിടത്തിന് മുന്നിലായി കർട്ടൻ വൈൻ ചെടികൾ തൂങ്ങിക്കിടക്കുന്നു. ഇടതുവശത്തായി ഒരു പിച്ചുള്ള ഹാങ്ങിങ് ബെല്ല്, ഒപ്പം ഇലക്ട്രിക് സ്വിച്ചുമുണ്ട്. അകത്തേക്ക് കയറാൻ അനുവാദത്തിനായി ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കണ്ണിന് വിരുന്നാവുന്ന ഈ കാഴ്ചകൾ കണ്ട് മതിമറക്കുന്ന നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിശാലതയാണ് 6 കിടപ്പറകളോട് കൂടിയ ദൂരെ നിന്നും ഒരു കൂണുപോലെ തോന്നുന്നേ ഈ ഒറ്റ നില വീടിൻ്റെ അകത്തമത്തിനുള്ളത്. നീണ്ട വരാന്തയുടെ മധ്യത്തിലായി തേക്കിൻ്റെ ഒരു പാളിയൊന്ന് കൂറ്റൻ വാതിൽ കടന്നായി വിശാലമായ സ്വീകരണ മുറിയിലെത്താം. സുഖപ്രദമായ മങ്ങിയ വെളിച്ചമുള്ള ഇവിടെ മരത്തിൻ്റെ അഴികളുള്ള ജനലിൽ ചാരനിറത്തിൽ വെള്ള ഡിസൈൻ ഉള്ള നീണ്ട കർട്ടനിട്ടിരിക്കുന്നു. ചുവരുകൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ള അനേക കുടുംബ ഫോട്ടോകൾ അലങ്കരിക്കുന്നു. സുമാർ 75 പ്രായമായ നമ്മുടെ അന്നമ്മ ചേച്ചി ഒരു ചാരുകസേലയിലിരിക്കുന്നു. അവരുടെ ദൃഷ്ടി മേശപ്പുറത്തിരിക്കുന്ന കുടുംബ ഫോട്ടോയിലാണ്. അഗാധമായ ചിന്തയിൽ മുഴുകിയ അന്നമ്മ ചേച്ചിയുടെ കണ്ണുവയ്ത് തിളക്കമുണ്ടെങ്കിലും അവയിൽ നേരിയ വിഷാദമയുണ്ട്. സമയം പറക്കുന്നേ, അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ എന്ന പോലെ തുടങ്ങുന്നു. അന്നമ്മ ചേച്ചി ആത്മകഥം പറയും പോലെ പറയുന്നു. പിന്നീട് തൻ്റെ അഗാധമായ ചിന്തയെ മുറിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ റിങ് അടിക്കുന്നു. 4-5 റിങ്ങിന് ശേഷം അവർ യാന്ത്രികമായി ഫോൺ എടുക്കുന്നു. ഹലോക്ക് ശേഷം കർത്താവേ എന്ന് അലറിക്കൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും അറിയാതെ കൊണ്ടുപോയി. എന്നിട്ട് ഏങ്ങി കരയുന്നു. പെട്ടെന്ന് എന്നിട്ട് എടി കൊച്ചേ എന്ന് വിളിക്കുന്നു. ഈ പൂച്ച എവിടെ പോയി? പൂജ കിരൺ, അതാണ് അവളുടെ യഥാർത്ഥ പേര്. പിറുപിറുത്തുകൊണ്ട് പൊടുന്നനെ തൻ്റെ കോട്ടൺ സാരിക്ക് മീതെ അലമാരയിൽ നിന്നും എടുത്ത് ഒരു ക്രോഷേ സ്വെറ്റർ ഇടുന്നു. ഒപ്പം തൂവെണ്ണ നിറത്തിലുള്ള മഫ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് സാരിയുടെ മുന്താണി മുമ്പിലേക്കിടുന്നു. ഡോറിനടുത്തേക്ക് ധൃതിയിൽ നടക്കുന്നു. അപ്പോൾ പരിചാരികയായ പെൺകുട്ടി അടുക്കളപ്പുറത്തു നിന്നും ഓടി വന്നു. അന്നമ്മാജി, മേനെ മേരെ മാജി സെ ബാത് കർ രഹി ഥി. അതൊന്നും ശ്രദ്ധിക്കാതെ, നിന്റെ കൂട്ടുകാരൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി കൊച്ചേ, പോയേച്ചു വരാം. കഥ കടിച്ച് ജനലൊക്കെ കുറ്റിയിട്ടേക്കണേ, ആര് വന്നാലും തുറക്കേണ്ട. എന്നിട്ട് നെടുവീർപ്പിട്ട് തൻ്റെ തുകൽ ബാഗ് എടുത്ത് മുൻവശത്തേക്ക് നടക്കുന്നു. ആത്മകഥമെന്നോ ആരോട് പറയാൻ, അതിനെന്തേലും മനസ്സിലായോ? എന്നിട്ട് വാതിലിനടുത്തേക്ക് ധൃതിയിൽ പോകവേ പെട്ടെന്ന് CCTVയിൽ കൺമുടക്കുന്നു. പുച്ഛഭാവത്തിൽ അമ്മച്ചി ഒരല്പം ഉച്ചത്തിൽ പെറുപെറുക്കുന്നു. പിള്ളേരുടെ സംരക്ഷണ നിരീക്ഷണത്തിലാണല്ലോ. ഇതിൽ പരം സൗഭാഗ്യം എന്ത് വേണം?
പാവം അങ്ങോട്ടും യോഗമില്ലാതെ പോയി. അവരുടെ നിരാശയും പുച്ഛവും മുഖത്ത് നിന്ന് വ്യക്തമാവുന്നുണ്ട്. വരാന്തയുടെ വലതുവശത്തുള്ള കുഞ്ഞു മുറിയിലെ ഷൂറാക്കിൽ നിന്നും തന്റെ സന്തത സഹചാരിയായ ബാറ്റ ചെരുപ്പും ഹാങ്ങറിൽ നിന്നും ഫീമെയിൽ കാലൻകുടയും എടുത്ത് വീട്ടി വലിച്ച് നടക്കാനൊരുങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ സാഗൂതം നോക്കി നിൽക്കുന്ന പൂജപ്പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കി ഗേറ്റിന് നേരെ നടന്നു. എന്താണെന്നറിയില്ല, തന്റെ പ്രാണനാഥന്റെ പേരിലുള്ള അച്ചായൻ സ്റ്റോപ്പിൽ ഓട്ടോക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ഇഞ്ചിമുക്കിലേക്ക് നടക്കാനാണ് അപ്പോൾ അന്നമ്മച്ചിക്ക് തോന്നിയത്. എടി അന്നേ, ഇച്ചായൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഒറ്റയ്ക്ക് നടക്കാൻ വിടില്ല. നിനക്ക് ചട്ടയും മുണ്ടും മാത്രമല്ല പെണ്ണേ, ഈ പരിഷ്കാര ചേലയും ചേരും കേട്ടോ. ഒന്നും മിണ്ടാതിരിച്ചായ വല്ലോരും കേൾക്കും എന്നും പറഞ്ഞ് കൈകൊണ്ട് തട്ടിയപ്പോഴാണ് ഇങ്ങേര് പറ്റിച്ചല്ലോ എന്ന് തോന്നിയത്. ഏറെ അധ്വാനിയായ അദ്ദേഹം പെൺമക്കൾ മൂവരെയും നഴ്സിങ്ങിന് വിട്ടുപഠിപ്പിച്ച് 2 ആൺമക്കളിൽ മൂത്തവനെ ഗവൺമെന്റ് ജോലിയും എത്തിച്ചു. എന്നാൽ അവൻ ഇന്ന് ജോലിയും കളഞ്ഞ് UK-യിൽ ഭർതൃദ്യോഗത്തിലാണ്. അവന്റെ ഭാര്യയ്ക്ക് കനപ്പെട്ട ശമ്പളമുണ്ടത്രേ. പിന്നെയുള്ളൊരുവൻ അങ്ങ് കൊച്ചിയിലാ. ആവോളം പണമുണ്ട്. അവനില്ലാത്തത് സമയം. വിദേശത്തുള്ളവർ വല്ലപ്പോഴും വരെ. ഇവൻ വന്നു വന്ന് കൊല്ലത്തിൽ 2-3 തവണ ഒന്ന് വന്നെങ്കിലായി. ചക്കയും കാച്ചിലും വാട്ടക്കപ്പയും ഉണക്കമീനും കട്ടനും കൂടെ ഇച്ചായാലും ഉള്ള ആ കാലം തന്നെയായിരുന്നു സുവർണകാലം. അതിനൊക്കില്ല പണവും സമ്പത്തും ഓടാനുള്ള ഈ കാലം. അന്നമ്മച്ചി, ഈ വെയിലത്ത് എന്തിനാ നടക്കുന്നേ? ഒരു ഓട്ടോ പതിയെ വന്ന് അവരുടെ അരികിൽ നിർത്തിക്കൊണ്ട് ഡ്രൈവർ ചോദിച്ചു. തന്റെ കൺകോണിൽ ഒറ്റിയ കണ്ണുനീർ തൂവാല കൊണ്ട് ഒപ്പിയ ശേഷം അവന്റെ മുഖത്തേക്ക് അമ്മച്ചി നോക്കി. ആ, ഹരിക്കുട്ടനോ? ഒറ്റ വീർപ്പിൽ കാര്യം പറഞ്ഞു. അമ്മച്ചി ഓട്ടോയിൽ കയറി. ഈയിടെയായിട്ട് വല്ലാത്ത വീർക്കുമുട്ടലാ. ഇച്ചായനെ വല്ലാതെ ഓർത്തു പോകുന്നു. കർത്താവ് അങ്ങോരെ നേരത്തെ കൊണ്ടുപോയി. പക്ഷെ അന്നേ അന്നേ എന്നും വിളിച്ച് കൂടെ തന്നെ ഉള്ള പോലെ തോന്നുന്നതിനാൽ ഇക്കാലം അത്രയും ഒട്ടും തളർന്നില്ല. എല്ലാത്തിനെയും ഇച്ചായൻ ആഗ്രഹിച്ച പോലെ ഓരോരോ കൊമ്പെത്തിച്ച്. അതിനെനിക്ക് എത്താത്തിടം ഉയരത്തിൽ ആയിപ്പോയി എന്ന് മാത്രം. ഇടയ്ക്കിടെ മൂപ്പർ വന്ന് പറയും, എന്റെ അന്നേ നീ മിടുമിടുക്കിയ. എന്നാൽ ഇപ്പോ വയ്യാതായ ചായ. നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവർ ഓരോരുത്തരായി പോകുന്നു. വീട്ടിലാണേലും ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ല. എത്രാന്ന് വെച്ചാ? അമ്മച്ചി, ഇറങ്ങിക്കോ, മരണവീടെത്തി. മടങ്ങാൻ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം. അവന് പണം കൊടുത്ത ശേഷം മറുപടി ഒന്നും പറയാതെ അന്നമ്മച്ചേച്ചി ആ വീട്ടിലേക്ക് നടന്നു. സൂസന്റെ മകന്റെ വീട്ടിലേക്കുള്ള പടി കടന്നതും ക്രിസ്തീയ പ്രാർത്ഥനയുടെ ഈരടികൾ കേൾക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്ക്. മരണവീട്ടിൽ വെച്ച് അന്നമ്മച്ചേച്ചിയെ ദൂരെ നിന്നും കണ്ട സൈനു ഓടിച്ചെന്ന് അവരെ താങ്ങിപ്പിടിച്ചു. സൂസന്റെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. താൻ ഫോൺ വിളിച്ച് മരണവിവരം അറിയിച്ചത് മുതൽ ആദ്യമായിരുന്നു. താൻ 6 വർഷം മുമ്പ് ഇഞ്ചിമുക്കിൽ നിന്നും വെളിമണ്ണയിലുള്ള മകന്റെ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ സൂസൻ അന്നമ്മച്ചേച്ചിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. 6 കിലോമീറ്റർ ഇപ്പുറം സൂസൻ മാറിയെങ്കിലും എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് ഇഞ്ചിമുക്കിലെ ദേവാലയത്തിൽ അവർ എത്തുമായിരുന്നു. 6 മാസം മുമ്പ് അർബുദത്തിന്റെ ആവുന്നവരെ. പക്ഷെ സൂസന് അന്ത്യദർശനം നടത്തുമ്പോഴുള്ള അന്നമ്മച്ചേച്ചിയുടെ മുഖത്തെ നിർവികാരത സൈനുവിൽ ഒരുതരം ഭീതി ഉയർത്തി. അങ്ങനെയാണോ ഒന്ന് കറങ്ങി ചുറ്റി പോവേണ്ടി വന്നാലും വേണ്ടെന്ന് തന്റെ അന്നേച്ചിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് സൈനു തീരുമാനിച്ചത്. സൈനുവിന്റെ തേരമോൻ ആഷിഖാണ് കാർ ഓടിക്കുന്നത്. പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്ത ഇവനാണ് ഇന്ന് തന്റെ ഏക തുണ. കാറിന്റെ ബാക്ക് സീറ്റിൽ സൈനുവും അന്നമ്മയും ഇരുന്നു. ഏതാനും സമയത്തെ മൗനത്തിന് ശേഷം അന്നമ്മ ചേച്ചിയാണ് സംസാരത്തിന് തുടക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ശാന്ത പോയി. ഇപ്പൊ അതാ സൂസന്. അന്നമ്മ ഒരു നെടുവിശ്വാസത്തോടെ പറഞ്ഞു. ആ, അല്ലേലും എന്നാത്തിനായപ്പോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു എന്ന് മാത്രം. വീട്ടിൽ വല്ല കോഴിയോ താറാവോ ഉണ്ടായിരുന്നാൽ അവറ്റയോടെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കായിരുന്നു. അതിനും അവന്മാരും അവളുമാരും സമ്മതിക്കണ്ടായോ? വല്ല ഫ്രാക്ചറും വന്നാൽ ലീവ് എടുക്കണ്ടായോ? 5 സ്റ്റാർ കെയറിങ് അത്രേ. ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണു തുറക്കുന്നു.
അന്നമ്മ ചേച്ചിയുടെ സംസാരം കേട്ടപ്പോഴാണ് സൈനുവിന്റെ ശ്വാസം നേരെ വീണത്. സൈനു സൈനു അന്നമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാ. അവിടെ ഒരുത്തെ അമ്മായിയമ്മയെ സഹിക്കാൻ പറ്റാത്തോണ്ട് വീട്ടിൽ പണിയെടുക്കുന്നു എന്ന് മാത്രം. രാവിലെ ബാഗും തൂക്കി പോക്കല്ലേ, എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പണിയാണ്. എന്നാലും രാത്രിയായാലും എല്ലാം വീട്ടിലുണ്ടാവും എന്നതിന് റാഹത്താണ്. എന്നിട്ട് പെട്ടെന്ന് നല്ല പ്രസന്നതയോടെ പുഞ്ചിരിയോടെ അന്നമ്മയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട്, നിങ്ങൾ ആ നമ്പറെ വിളിച്ചിരുന്നില്ലേ? സൈനു 5-6 വയസ്സ് താഴെയാണ് കേട്ടോ. എന്നാലും ഇടയ്ക്ക് വലിയ ബഹുമാനമൊന്നും കാണില്ല. അന്നമ്മ തല ചോർന്നിട്ട. ഏത്? അത് കേട്ട സൈനു പറഞ്ഞു, ആ പെൺകൊച്ചുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സൈറയും നൈനയും ഒക്കെ. എടിയെ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന പിള്ളേർ. അന്നമ്മ, ഓ കൊച്ചേ, ഞാനത് മറന്നു. കർത്താവേ, നീ തന്ന കടലാസ് കഷ്ണം എവിടെയാണാവോ വെച്ചത്? ആ പൂച്ച തൂത്തുവാരി കളഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് മട്ടിൽ വ്യാകുലപ്പെടവെ പെട്ടെന്നൊരു ഐഡിയ മിന്നിയ പോലെ. ഡീ സൈനു, നീ എൻ്റെ ഫോണിൽ ആ നമ്പറൊന്ന് കയറ്റിയേ എന്നും പറഞ്ഞ് അന്നമ്മ ചേച്ചി പൗച്ചിൽ നിന്നും തൻ്റെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ച് ശരി എന്ന സിമ്പിൾ സ്ക്രീൻ ലോക്ക് നല്ല ബലം പ്രയോഗിച്ച് അൺലോക്ക് ചെയ്തു. ശേഷം സൈനു ഫോൺ വാങ്ങി W4W1800-889-0661 എന്ന ടോൾ ഫ്രീ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുന്നു. അവരെ രാവിലെ 8 മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള ഏത് സമയത്തും വിളിക്കാം. വേണമെങ്കിലും വിളിക്കാം കേട്ടോ. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ വിളിക്കും മാത്രമായിരിക്കില്ല, മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്ന അവസരത്തിൽ അവരെ വിളിക്കാറുണ്ട്. നമ്മൾക്ക് ആരോടെങ്കിലും പറഞ്ഞാലല്ലേ ഒരു ഇതുണ്ടാവൂ. സൈനു ഒരു ചിരിച്ചു. അല്ലാതെ തൂങ്ങിപ്പിടച്ച് വിഷമിച്ച് മൂലയിലിരുന്ന നമുക്ക് പ്രാന്താവൂലേ? സംസാരിച്ച് നിങ്ങളുടെ വീടെത്തിയത് അറിഞ്ഞില്ലാലോ. ഇറങ്ങിക്കോളൂട്ടാ. സൈനു ആദ്യം ഇറങ്ങി ഡോർ തുറക്കാനായി അപ്പുറത്തെത്തിയപ്പോഴേക്കും അന്നമ്മ ചേച്ചി സ്വയം ഡോറ് തുറന്ന് ഇറങ്ങിയിരുന്നു. സൈനു, കാപ്പി കുടിച്ചിട്ട് പോകാം. നല്ല ചക്കക്കൂട്ടാൻ കൊടമ്പുളിയിട്ട് വെച്ച അയനക്കറിയും ഉണ്ട്. ഇപ്പൊ പൊക്കോട്ടെ അന്നേച്ചി. അസുര നിസ്കരിച്ചിട്ടില്ല. അത്താഴത്തിനുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ വരാം. കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തപ്പോൾ അന്നമ്മ ചേച്ചിയുടെ കണ്ണുകൾ ഈറനാവാൻ തുടങ്ങി. കവളിൽ ഒരു നുള്ളു കൊടുത്തിട്ട്, അന്നേ നീ വേണ്ടാട്ടോ എന്നും പറഞ്ഞ് കാറിന്റെ സീറ്റിൽ കയറിപ്പോയി. വണ്ടി മുന്നോട്ട് നീങ്ങവേ അവരെ വിളിക്കാൻ മറക്കല്ലേ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. കാർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി അന്നമ്മ ചേച്ചി നിൽക്കുമ്പോഴും പൂജ ഗേറ്റ് അടച്ചു വാങ്ങി. അന്നമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുടയും വാങ്ങി ചെരുപ്പ് ഊരാനായി കുനിഞ്ഞതു. വേണ്ട കൊച്ചേ, ഞാൻ കൊണ്ട് വെക്കാമെന്ന് അന്നമ്മ ചേച്ചി പറഞ്ഞെങ്കിലും പൂജ സമ്മതിച്ചില്ല. അന്നമ്മൻ ചേച്ചി ഒരു മിനി ബാത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചൂട് ചക്കരക്കാത്തയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കിഴക്കേപ്പുറത്തെ ബാൽക്കണിയിലെ വട്ടമേശയിൽ പൂജ പങ്കുവെച്ചിരുന്നു. അവസാന സിപ്പ് കാപ്പിയും മൊത്തി കുടിച്ചപ്പോഴേക്കും പൂജ വീണ്ടും ബൈബിളുമായി എത്തിയിരുന്നു. എടിയെ, ആദ്യം ആ മൊബൈൽ ഫോണും കണ്ണടയും കൊണ്ടുവന്നേ. ടീക്കേ അന്നമ്മജി, ഈ പൂച്ച ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്നെ അമ്മച്ചീന്ന് വിളിക്കുമോ ഭർത്താവേ? ജി എന്നും പറഞ്ഞ് അവൾ പോയപ്പോൾ അന്നമ്മ ചേച്ചി സൈനു തന്ന നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, W4W അല്ലേ? സംസാരം മുറുക്കത്തിലായി. കാപ്പിക്കപ്പും പാത്രവും എടുക്കാൻ തിരികെ വന്നപ്പോൾ അന്നമ്മാജി തന്നെ കണ്ടതുപോലുമില്ല. ഒന്നും മിണ്ടാതെ അവൾ അടുക്കളയിലേക്ക് മടങ്ങി. അസ്വസ്ഥത തോന്നി കുറെ കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ അന്നമ്മാജി അപ്പച്ചൻ്റെ ചാരകസേരയിരുന്ന് എന്തോ ചിന്തിച്ചിരിക്കുന്നു. മുഖത്ത് നേരിയ പുഞ്ചിരി വിരിയുന്നുണ്ട്. ആളനക്കം തിരിച്ചറിഞ്ഞപ്പോൾ പ്രായാധിക്യം വകവെക്കാതെ പൂജയുടെ കൈ പിടിച്ച്, പൂച്ചക്കുഞ്ഞേ, ഇന്ന് അമ്മച്ചിക്ക് ഉറക്കവിളിക വേണ്ടാട്ടോ, ചൂട് പാല് മാത്രം മതി. ഞാൻ പ്രാർത്ഥിച്ചേച്ച് വരുമ്പോഴേക്കും നീ കഞ്ഞിയും ചക്കപ്പുഴുക്കും വിളമ്പിക്കോ. ठीक है അമ്മച്ചി. ഹേ, നീ എൻ്റെ പേര് നേരെ ചൊവ്വേ വിളിക്കാൻ പഠിച്ചോ? അന്നമ്മ ചേച്ചി ഒരു മൂളിപ്പാട്ടും പാടി അകത്തേക്ക് പോയി. അത് കണ്ട് പൂജയുടെ വെള്ളാരം കന്ന് വജ്രം കണക്കെ തുടങ്ങി. ഈ കഥ W4W വന്ന ഒരു യഥാർത്ഥ ഫോൺ കോളിൻ്റെ നേരനുഭവത്തിൽ നിന്ന് പ്രചോദിതമായി എഴുതിയതാണ്. മനസ്സ് നിറഞ്ഞു തെങ്ങുമ്പോൾ ഭാരമൊന്നിറക്കി വയ്ക്കാൻ വിളിക്കാൻ മടിക്കണ്ട. മുൻവിധികളില്ലാതെ നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങളെ കേൾക്കാൻ തയ്യാറായ ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് വുമൻ ഫോർ വേൾഡ്.